നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ഫൈനലിൻ്റെ പ്രതികാരം തീർക്കുന്നത് പോയിട്ട് ഒരു വെല്ലുവിളി ഉയർത്താൻ പോലും SRHന് കഴിഞ്ഞില്ല. അക്ഷരാർത്ഥത്തിൽ KKR തീക്കാറ്റായിട്ട് മാറി, SRH ചാരമായി എരിഞ്ഞടങ്ങി. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇഡൻ ഗാർഡൻസിൽ 80 റൺസിൻ്റെ തകർപ്പൻ വിജയമാണ് KKR സ്വന്തമാക്കിയിരിക്കുന്നത്. അതും 20 ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെയാണ് SRH ഓൾ ഔട്ട് ആവുന്നത്. 16.4 ഓവറുകളിൽ 120 റൺസിന് അവർ ഓൾ ഔട്ടായി. 200 റൺസാണ് KKR ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് എടുത്തിരുന്നത്. KKRനെ സംബന്ധിച്ചിടത്തോളം ഒരു ടീം വർക്കിൽ പൂത്ത വിജയമാണ്. ഏതെങ്കിലും ഒരാളുടെ മാത്രം പ്രകടനമല്ല. ബാറ്റിങ്ങിൽ രഹാനെയും രഘുവൻഷിയും വെങ്കിടേഷ് അയ്യരും റിങ്കു സിംഗും ഒക്കെ പൊളിച്ചടുക്കിയപ്പോൾ ബൗളിങ്ങിൽ അതുപോലെ തന്നെ പറയണം. വൈഭവ് അറോറയും വരുൺ ചക്രവർത്തിയും അങ്ങനെ ഹർഷിത് റാണ റണ്ണ് കൊടുക്കാതെ എറിഞ്ഞത്. റസല് ആദ്യ ഓവറിൽ അടി കിട്ടിയെങ്കിലും പിന്നെ അദ്ദേഹം മൊത്തത്തിൽ 2 വിക്കറ്റുകൾ എടുത്തത് എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ടീം വർക്കിൽ പൂത്ത വിജയമാണ് KKR സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത KKRന് തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. QDK 1 റൺസുമായിട്ടും സുനിൽ നാരായൺ 7 റൺസുമായിട്ടും മടങ്ങി. പക്ഷേ ആ ഒരു വീഴ്ചയിൽ നിന്ന് 16 റൺസിന് 2 വിക്കറ്റ് എന്നുള്ളിടത്ത് നിന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നായകൻ അജിങ്ക്യ രഹാനെയും രഘുവൻഷിയും ചേർന്നുകൊണ്ട് മികച്ച പ്രകടനം നടത്തി. രഹാനെ 27 പന്തിൽ നിന്ന് 38 റൺസ് അടിച്ചു. രഘുവൻഷി 32 പന്തിൽ നിന്ന് 5 ഫോറും 2 സിക്സറും അടക്കം 50 റൺസ്. രഹാനയുടെ ബാറ്റിൽ 4 സിക്സുകൾ പിറന്നിരുന്നു എന്ന കാര്യവും ഓർക്കണം. വെങ്കിടേഷ് അയ്യർ മിന്നും പ്രകടനമാണ് നടത്തിയത്. മികച്ച പ്രകടനം വരുന്നില്ല എന്നുള്ള പരാതി അങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട്. 29 പന്തുകൾ 7 ഫോറും 3 സിക്സും അടക്കം അദ്ദേഹം 60 റൺസ് അടിച്ചപ്പോൾ റിങ്കു സിംഗ് 17 പന്തിൽ നിന്ന് 4 ഫോറും 1 സിക്സും അടക്കം 32 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. അങ്ങനെ പൊളിച്ചടുക്കിയ പ്രകടനമാണ് KKR നടത്തിയത്. നിശ്ചിത 20 ഓവറുകളാകുമ്പോൾ 6 വിക്കറ്റിന് 200 റൺസ്. ഇപ്പോൾ ഷാമി 4 ഓവറിൽ 29 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ എന്നതൊരു ആശ്വാസം. 1 വിക്കറ്റ് എടുത്തു. പക്ഷേ പാറ്റ് കമ്മിൻസിന് എന്താ പറ്റുന്നത്? വീണ്ടും അടി കിട്ടുകയാണ്. 4 ഓവറിൽ 44 റൺസിന് 1 വിക്കറ്റാണ് അദ്ദേഹത്തിൻ്റേത്. എന്തായാലും മറുപടി ബാറ്റിങ്ങിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വിജയിക്കാൻ വേണ്ടത് 101. പേര് കേട്ട ബാറ്റിംഗ് നിര തുടക്കം മുതലേ അങ്ങ് തകർന്ന് തരിപ്പണമായി. ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് വന്ന ട്രാവിസ് ഹെഡ് 4 റൺസ്, അഭിഷേക് ശർമ്മ 2 റൺസ്, ഇഷാൻ കിഷൻ 2 റൺസ്, 3 വമ്പന്മാരും അടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 9 റൺസ്. തീർന്നു SRH എന്നുള്ളത് അവിടെ ഉറപ്പിച്ചതാണ്. നിതീഷ് കുമാർ റെഡ്ഡി 19 റൺസും മെൻഡിസ് 27 റൺസും എടുത്തു. ക്ലാസിന് അവിടെ നിന്നിരുന്നു. പക്ഷെ മറുഭാഗത്ത് അനികേത് വർമ്മ 6 റൺസ് അങ്ങനെ വീണുകൊണ്ടിരുന്നു. ക്ലാസിന് 21 പന്തിൽ നിന്ന് 33 റൺസാണ് അടിച്ചത്. കമിൻസ് 14 റൺസ്. അങ്ങനെ ഒടുവിൽ അവർ വെറും 120 റൺസിന് ഓൾ ഔട്ട് ആവുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. വൈഭവ് അറോറ 4 ഓവറിൽ 29 റൺസിന് 3 വിക്കറ്റ് എടുത്തെങ്കിൽ വരുൺ ചക്രവർത്തി 4 ഓവറിൽ 22 റൺസിന് 3 വിക്കറ്റ് എടുത്തു. ഒരിക്കൽ കൂടി മിന്നും പ്രകടനം ചക്രവർത്തിയിൽ നിന്ന്. ആന്ധ്ര റസൽ 1.4 ഓവറുകളിൽ 21 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ഹർഷിത് റാണയും സുനിൽ നാരായണും ഓരോ വിക്കറ്റും നേടി. അങ്ങനെ 80 റൺസിൻ്റെ സൂപ്പർ വിജയമിത KKR സ്വന്തമാക്കിയിരിക്കുകയാണ്. പോയിന്റ് പട്ടികയിൽ അവർ 10ാം സ്ഥാനത്ത് നിന്ന് കുതിച്ചുയർന്ന് 5ാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ SRH 10ാം സ്ഥാനത്തേക്ക് വീണുപോയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ